എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് FMGs, ഇപ്പം ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് നാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യത്തെ പറ്റിയാണ്. സോ വെരി ജെനുവൻലി പറയുകയാണ്, ഞാൻ ഏകദേശം 2 സെൻട്രൽ ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഗവൺമെൻറ്, പിന്നെ ഹോം ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതിനുശേഷം പിന്നെ ബാംഗ്ലൂർ നിംഹാൻസ്. സോ പിന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എല്ലാം വർക്ക് ചെയ്യുമ്പോഴും എനിക്കങ്ങനെ ഡിസ്ക്രിമിനേഷൻ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ കോവിഡിൻ്റെ ഒരു ഫസ്റ്റ് ടൈമിൽ കുറേ റിപ്പോർട്ട് വന്നു ഇങ്ങനെ TV-യിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഹൗസ് ഓണറുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്നൊരു സംഭവം FMG എന്ന രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടുകാരിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നമ്മുടെ ഇങ്ങനെ അവരോട് അപ്രോച്ച് ചെയ്യുന്ന കണക്കിരിക്കും. നമ്മളിപ്പോൾ മാരിയായിട്ട് പെരുമാറിയാൽ അവർ ശരിക്കും നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയും. ഡൽഹിയിലേക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, പലരും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നമ്മൾ തോളിൽ കൈയിടുന്നവരുണ്ട്, നല്ലതുപോലെ സംസാരിക്കുന്നവരുണ്ട്, ഇന്നും ഒരു ഹായ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. സോ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളൂ. ബാഡ് എക്സ്പീരിയൻസ് ഇന്ത്യയിൽ ഉണ്ട്. നമ്മുടെ വർക്ക് ലൈഫാണ് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇപ്പോഴത്തെ PG ലൈഫിൽ സമയത്തോളം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. മീൻസ് ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതാണ്. അല്ലാതെ വേറെ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ഒന്നും ഞാനിതുവരെ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. അടുത്ത വേറെ FMGക്കൊന്നും കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യത്യാസം എനിക്കറിയാവുന്നവർക്ക് ആർക്കും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യവും ഇല്ല ബേസിക്കലി. കാരണം നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത്. കഷ്ടപ്പെട്ടാണ് ആദ്യം ഒരു നാട്ടിലെ ലൈസൻസിങ് എക്സാം എഴുതി പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് വേണം നീറ്റ് എഴുതാൻ, നീറ്റ് PG എടുക്കണം. അത് കഴിഞ്ഞെല്ലാം ആ രീതിയിലാണ് പോകുന്നത് തന്നെ. സോ ഇനിയിപ്പം ഇപ്പം നമ്മൾ നടക്കുന്ന എക്സാമിന് മാറ്റി ഇപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടൈപ്പ് എക്സാം ഉണ്ട്. അതിപ്പം വരാൻ പോവുകയാണ് അടുത്ത വർഷം തൊട്ട്. എന്ന് വെച്ചാൽ നാട്ടിലെ പ്രൈവറ്റ്, ഗവൺമെൻറ്, ഇപ്പം സെൻട്രൽ എയിംസ് ആയാലും FMG ആയാലും എല്ലാവർക്കും ഒരു 8 എക്സാം നടത്തിയിട്ട് അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് നാട്ടിൽ വർക്ക് ചെയ്യാം. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു ആ സംഭവം, ഇന്ത്യയിൽ മാത്രമേ ഇല്ലാതുള്ളൂ. സോ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ FMG എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടേം പോലും ആരും യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം നാട്ടിലെ പിള്ളേർ നാട്ടിലെ IMGs എഴുതുന്ന എക്സാം തന്നെയാണ് അവർ എഴുതി പാസ്സായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്ന എത്രയോ പേര്, എൻ്റെ ഫ്രണ്ട്സ് പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ജർമ്മനി പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, അയർലാൻഡിൽ പോയിട്ടുണ്ട്. സോ അവരൊക്കെ അവർ നല്ലതിൽ തന്നെയാണ് ജീവിക്കുന്നത്. പ്രൗഡ് തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ഓർത്തോയിൽ PG എടുത്തവരുണ്ട്, PEDS എടുത്തവരുണ്ട്, മൈക്രോ എടുത്തവരുണ്ട്, ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ റേഡിയോളജി കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്, ഈവൻ ഒരു ന്യൂറോ സർജൻ വരെ ഉണ്ട് നമ്മുടെ ബാച്ചിൽ. സോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ബേസിക്കലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫ്രണ്ട് സർക്കിളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ അറിയുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നു. ആരും അങ്ങനെ ഇത് വിട്ടിട്ട് പോവുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. പിന്നെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് നോർത്തുകാരെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും, മറ്റ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാച്ചിലാണെങ്കിൽ എല്ലാവരും പാസ്സായിട്ടുണ്ട്. എല്ലാവരും അത് കുറേ പേര് PGക്ക് പഠിക്കുന്നവരുണ്ട്, കുറേ പേര് പുറത്തു പോകാൻ പഠിക്കുന്നവരുണ്ട്, കുറേ പേര് നാട്ടിൽ ഗവൺമെൻറ് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്ട് ബേസ് അങ്ങനെയൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക്രിമിനേഷൻ എന്നൊരു വാക്ക് ശരിക്കും FMGസിന് ഇല്ലയെന്ന് തന്നെ തീർത്ത് പറയാൻ പറ്റും എനിക്ക്. തീർത്തെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. പിന്നെ ചൈനയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചൈനയിൽ പഠിച്ചത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മീൻസ് നമ്മുടെ ഫുഡ്, അവിടുത്തെ എൻവയോൺമെൻറ്റ്, പിന്നെ അവിടുത്തെ എക്സാം പാറ്റേൺ, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ കാലം. സോ അതെല്ലാം പാസ്സായിട്ടാണ് നമ്മൾ നാട്ടിൽ വന്ന് ചെയ്യുന്നത്. ഞാൻ 6 വർഷം അവിടുത്തെ ഹോസ്റ്റലിലാണ് നിന്നത്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഹോസ്റ്റലിൽ നിൽക്കാം, ഫ്ലാറ്റിൽ നിൽക്കാം. ഫ്ലാറ്റിൽ നിൽക്കാന്ന് വെച്ചാൽ ഭയങ്കര എമൗണ്ട് ആവും. പിന്നെ അതിൻ്റെ ആവശ്യം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. കാരണം ഹോസ്റ്റലിൽ നമ്മളവിടെ തന്നെ ക്യാൻറ്റീനും ഫുഡിൻ്റെ സൗകര്യങ്ങളുണ്ട്, പിന്നെ ലൈബ്രറി ഉണ്ട് അടുത്ത്, പിന്നെ പഠിക്കാം. പിന്നെ എക്സാംസ് ഒക്കെ വരുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഹോസ്റ്റലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ. പിന്നെ എല്ലാത്തിനും ഭയങ്കര എമൗണ്ടാണ് ഹോസ്റ്റലിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ, ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് എടുത്തിട്ടില്ല. ഒരു തവണ പോലും ഞാൻ ഫ്ലാറ്റിൽ പോയിട്ടില്ല. 6 വർഷവും ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് നിന്നത്. പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർട്ടി ലൈഫ് എല്ലായിടത്തും ഉണ്ട്. അത് അവിടെയുണ്ട്, ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട്, എല്ലായിടത്തും. നിങ്ങളിപ്പോൾ ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ മതി. ഇപ്പം ആരുടെയും കേക്ക് പറയുകയൊന്നും വേണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. അവിടെ എന്താണ് അവരുടെ ലൈഫ് എല്ലാം മനസ്സിലാവാൻ പറ്റും. പിന്നെ റിലേഷൻഷിപ്പിന് മറ്റു കാര്യങ്ങളും അതൊക്കെ പേഴ്സണൽ തിങ്സാണ്, അതൊന്നും നമുക്ക് കണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ആകുമെന്ന് പറയുന്നത് നാട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ആവത്തുള്ളൂ. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ വെച്ചാൽ ലാസ്റ്റ് കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FMG പഠിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് എത്രയും പെട്ടെന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കത്തില്ല. എസ്പെഷ്യലി ചില ചോദ്യങ്ങളുണ്ട്, സത്യമാണ്. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പം എക്സാം പാസ്സായോ ഇല്ലെന്ന് നോക്കും. ഇവിടുത്തെ എക്സാം പാസ്സായാൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
സോ എക്സാം പാസ്സായോ ഇല്ലയോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വീട്ടുകാരോട്, ബന്ധുക്കളും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നാട്ടിലൊരു PG എടുക്കാൻ പറ്റിയാൽ, മീൻസ് നാട്ടിൽ PG എടുക്കാതിരിക്കുക നല്ലത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങൾ പുറത്തെടുക്കുക നല്ലതാണ്. നല്ല സ്റ്റൈപ്പൻഡും നല്ലൊരു എൻവയോൺമെൻറ്റ്